ഒരു 80% ഹൈപ്പോതൈറോയ്ഡ് രോഗികൾക്കും ഉള്ളത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരു 90-95% ആളുകൾക്ക് അറിയില്ല തങ്ങൾക്കുള്ളത് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെന്നുള്ള വിവരം. കാരണം ഇതുവരെ ആരും അവരോട് അത് ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നില്ല. ആകെ ചെക്ക് ചെയ്യുന്നത് TSH, അങ്ങേയറ്റം പോയാൽ ചിലപ്പോൾ T3 T4 കൂടി ചെക്ക് ചെയ്തേക്കും. പക്ഷേ ഈ തൈറോയ്ഡ് രോഗികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത് എനിക്ക് ഇത്ര വർഷമായിട്ട് ഹൈപ്പോതൈറോയിഡ് ആണ്, ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് ഇതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മരുന്നല്ല. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു ഹോർമോൺ നിങ്ങൾ ഗുളിക രൂപത്തിൽ സിന്തറ്റിക് ആയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ കഴിക്കുന്നു. അതൊരിക്കലും മരുന്നല്ല, അതൊരു ഹോർമോൺ സപ്ലിമെന്റ് മാത്രമാണ്. അപ്പോൾ ഓരോ ഹൈപ്പോതൈറോയ്ഡ് രോഗിയും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ്, എന്താണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? രണ്ടാമതായിട്ട്, എന്തുകൊണ്ടാണ് വർഷങ്ങളായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ ഈ പറയുന്ന മരുന്ന് എന്ന് പറയുന്ന ഈ സാധനം കഴിച്ചിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നും മാറുന്നില്ല, കൂടിക്കൂടി വരുന്നത്? മൂന്നാമത്തെ പോയിന്റ്, എന്തുകൊണ്ടാണ് മരിക്കുന്നത് വരെ ഈ ഗുളിക നിർത്താൻ പാടില്ല എന്ന് പറയുന്നത്? നാലാമതായിട്ട് ഒരു പോയിന്റും കൂടെ ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് ഹാഷിമോട്ടോസ് ആണോ എന്നറിയാൻ ചില ആളുകൾ ആന്റിബോഡീസ് ഒക്കെ ചെക്ക് ചെയ്യും സ്വന്തമായിട്ട്. ഇതും ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങളോട് ആര് പറഞ്ഞു ഇത് ചെക്ക് ചെയ്യാൻ? കണ്ട വീഡിയോയൊക്കെ കണ്ട് ഇതും ചെക്ക് ചെയ്തുകൊണ്ട് നടക്കണം എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവർ വഴക്ക് പറയുന്നത്? ആ പോയിന്റിന്റെ ഉള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം കാണാനായിട്ട് പറ്റും. ശരി, ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. എന്താണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ തന്നെ ആക്രമിച്ച് നശിപ്പിക്കുന്ന അസുഖങ്ങളെയാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥിനെ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റിദ്ധരിക്കുകയാണ്. ഇത് ശരീരത്തിന് ഉള്ളിൽ ആവശ്യമില്ലാത്ത ഒരു സംഗതിയാണ്, ഇത് പുറത്തുനിന്ന് വന്ന ഒരു വസ്തുവാണ്, ഇതിനെ എത്രയും പെട്ടെന്ന് കൊന്നു കളയണം. അതിനു വേണ്ടിയിട്ട് ആന്റിബോഡീസ് ഇമ്മ്യൂൺ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ആന്റിബോഡീസ് 24/7 തൈറോയ്ഡ് ഗ്രന്ഥിനെ ആക്രമിക്കുന്നു. അപ്പൊ അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ഇതിനെയാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്താണ് സംഭവിക്കുക? 24/7 24/7 ഇമ്മ്യൂൺ സിസ്റ്റം നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥിനെ ആക്രമിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ കുറെ നാൾ ഇതിങ്ങനെ ആക്രമിച്ച് തൈറോയ്ഡ് ഗ്രന്ഥിയിലെ കുറെ കോശങ്ങളെല്ലാം നശിച്ചു പോയി കഴിയുമ്പം സ്വാഭാവികമായിട്ടും ഹോർമോൺ വേരിയേഷൻ ഉണ്ടാവും, അല്ലെ? തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കേണ്ട, അതായത് കോശങ്ങൾ കുറെ അടിച്ചുപോയി, അപ്പൊ കുറച്ച് കോശങ്ങളേ ഉള്ളൂ, അപ്പൊ അവരെ കൊണ്ട് കുറച്ച് ഹോർമോണേ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഒരു ഹൈപ്പോതൈറോയിഡിസം ലെവലിലേക്ക് പോവുകയാണ്. അതാണ് ഹാഷിമോട്ടോസ് ഹൈപ്പോതൈറോയിഡിസം എന്ന് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. എന്തുകൊണ്ട് ഈ മരുന്നെന്ന് പറയുന്ന ഈ സാധനം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഗുണം കിട്ടുന്നില്ല? അപ്പം ഞാൻ പറഞ്ഞു, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ എന്താ സംഭവിക്കുക? ഇൻഫ്ലമേഷൻസ് ആണ്. തൈറോയ്ഡ് ഗ്രന്ഥി നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, തൈറോയിഡൈറ്റിസ്, അല്ലെ, ടോൺസിലൈറ്റിസ് ഒക്കെ വന്ന് ടോൺസിൽ പഴുത്ത് വീങ്ങുന്നത് പോലെ തന്നെയാണ് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വീക്കമാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ആരാണ്? കംപ്ലീറ്റ് നമ്മുടെ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന മെയിൻ ട്രാൻസ്ഫോമറാണ്. അവിടെ ഒരു വീക്കം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സിസ്റ്റത്തെയും അത് ബാധിക്കും. മുടി മുതൽ നഖം വരെ ഈച്ച് ആൻഡ് എവറി സിസ്റ്റത്തിനും ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ബ്രെയിനിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അതാണ് നിങ്ങൾക്ക് ബ്രെയിൻ ഫോഗ് ആയിട്ടും മൂഡ് സ്വിങ്സ് ആയിട്ടും ഓർമ്മക്കുറവായിട്ടും മൈഗ്രെയിൻ ആയിട്ട് പോലും വരുന്നത്, അല്ലേ? തൈറോയ്ഡ് രോഗികൾക്ക് എത്ര പേർക്ക് മൈഗ്രെയിൻ ഉണ്ടാകുന്നുണ്ട്, അടിക്കടി തലവേദന ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അവിടെ പോലും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് ഗട്ടിൽ ഇൻഫ്ലമേഷൻ ആണ്, നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലങ്ങളാണ്, പൊളിച്ചു തേട്ടലാണ്, വയറ് കമ്പിക്കലാണ്, മോഷന്റെ പ്രശ്നങ്ങളുണ്ട്, മേന് മുഴുവൻ നീര് വെക്കുന്നു, വേദന എടുക്കുന്നു, ഒന്ന് തൊടാൻ പോലും സമ്മതിക്കും. കൊച്ചുകുട്ടികളൊക്കെ ഓടി വന്ന് ചാടി നിങ്ങളുടെ മടിയിലോ ദേഹത്തോ കെട്ടിപ്പിടിച്ചാൽ നിങ്ങൾക്ക് വേദനയാണ്. ഒരു ജോലി മുറ്റടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് പാത്രം കഴുകാൻ പറ്റുന്നില്ല, നടുവേദനയാണ്, കൈമുട്ട് വേദനയാണ്, കാലുവേദനയാണ്, ഉപ്പുറ്റുവേദനയാണ്. എല്ലാ പ്രശ്നങ്ങളും എന്തിന്റെ ലക്ഷണങ്ങളാണ്? ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും കുറയാതെ, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ ടാർഗറ്റ് ചെയ്യാതെ നിങ്ങൾ ഈ മരുന്നെന്ന് വിശ്വസിക്കുന്ന സാധനം ഹോർമോൺ മാത്രം കഴിച്ചുകൊണ്ടേ ഇരുന്നാൽ ഈ ഹോർമോൺ ഗുളികയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? T3 T4 TSH നോർമലാക്കി വെക്കുക. അതല്ലേ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ലാബിൽ ചെന്ന് നോക്കുന്നു, നിങ്ങളുടെ ലാബ് വാല്യൂസ് എല്ലാം നോർമൽ. TSH 2 ഉള്ളൂ, 3 ഉള്ളൂ, അല്ലെങ്കിൽ 4 ഉള്ളൂ. ഇപ്പൊ TSH 2 3 ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ കഴിക്കുന്ന സാധനത്തെ മരുന്നെന്ന് വിളിക്കാൻ പാടില്ല. മരുന്നായിരുന്നു എങ്കിൽ TSH 4 3 ഇരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ നീര് കുറയണം, വേദനകൾ കുറയണം, നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ജോലി ചെയ്യാൻ പറ്റണം, നിങ്ങൾ മൈൻഡ് ഹാപ്പി ആവണം, മൂഡ് സ്വിങ്സ് ഉണ്ടാകാൻ പാടില്ല, നല്ല ഉന്മേഷത്തോടെ ഓടിച്ചാടി നടന്ന് എല്ലാ ജോലികളും ചെയ്യാൻ പറ്റണം. TSH നോർമലായിട്ടിരിക്കുന്ന ഒരാൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നോർമലായിട്ട് ഇരുന്നിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നും മാറാതിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വൈസ് എന്താണ്?
ഇതെല്ലാം നിങ്ങളുടെ തോന്നലാണ്, വെറുതെ തോന്നലാണ്. എല്ലാം മാറി, ഒരു പ്രശ്നവും ഇല്ല. അല്ലെങ്കിൽ തിന്ന് ചീർത്ത് വീർത്തിരിക്കുകയാണ്, തീറ്റ കുറയ്ക്കുക, ആഹാരം കുറയ്ക്കുക, വണ്ണം കുറയ്ക്കുക, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറും അല്ലേ? ഇതല്ലേ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വൈസ്? ഇത് കേട്ടോണ്ട് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഫാമിലി മെമ്പർ, പക്ഷെ ഭർത്താവാകാം, വീട്ടിലുള്ള ആരെങ്കിലും ആവും, അവരെന്താ ചിന്തിക്കുന്നത്? ശരിയാണല്ലോ, നിന്റെ നോർമൽ ആണല്ലോ, വാല്യൂ എല്ലാം നോർമലാണ്, എന്നിട്ട് നിനക്ക് ഇത്രയും പ്രശ്നമുണ്ട്, ചുമ്മാ പറയുന്നതാണ്, മടിയാണ്. ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കണേ? അപ്പോൾ നിങ്ങൾ ഈ കഴിക്കുന്ന സാധനം ശരിക്കും മരുന്നായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ മാറണം. അതുകൊണ്ടാണ് നിങ്ങൾ വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരുന്നാലും ഹോർമോൺസ് നോർമൽ ആകുമെന്നല്ലാണ്ട് നിങ്ങളുടെ ഒരു പ്രശ്നങ്ങൾക്കും മാറ്റങ്ങൾ വരുന്നുമില്ല, ഫർദർ കോംപ്ലിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവിടെ തുടങ്ങുന്നു, അടുത്ത ലിവറിനെ പിടിക്കുന്നു, ഡയബറ്റീസ് ആവുന്നു, PCOD ഉണ്ടാകുന്നു, ഫൈബ്രോയിഡ്സ് ഉണ്ടാകുന്നു, യൂട്രസ് എടുത്ത് മാറ്റേണ്ടി വരുന്നു, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, നിങ്ങൾ എൻഡോസ്കോപ്പി ചെയ്യുന്നു, കൊളോണോസ്കോപ്പി ചെയ്യുന്നു, എല്ലാം നോർമൽ ആയിരിക്കും. ECG ചെയ്യുന്നു, ഹാർട്ട് അറ്റാക്ക്, നെഞ്ചു പിടിക്കും, നിങ്ങൾക്ക് ഒത്തിരി നടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഹെഡപ്പാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ചെസ്റ്റ് പെയിൻ ആയിട്ട് ഫീൽ ചെയ്യും, പോയി ECG എടുക്കുന്നു, ECG, എക്കോ, DMT എല്ലാം നോർമലാണ്, പക്ഷെ നിങ്ങൾക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡാമേജസ് ഉണ്ടാക്കുന്ന ആള്, മൂല കാരണം അവിടെ കിടക്കുകയാണ്. അതിന് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, അതിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടും ചെയ്യുന്നില്ല. ശരി, ഇനി മൂന്നാമത്തെ പോയിന്റ്, എന്തുകൊണ്ടാണ് ഇത് മരിക്കുന്നവരെ കഴിക്കണം, തുടങ്ങിയാൽ ഒരിക്കലും നിർത്താൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ശരിക്കും നിങ്ങൾക്ക് ഈ ഗുളിക തന്നു തുടങ്ങിയത് TSH 4, 5, 6, 7 ഒക്കെ ഉള്ളപ്പോഴാണ്. ശരിക്കും ഒരു 4 തൊട്ട് 15 വരെ TSH എന്ന് പറയുന്നത് ഒരു ഫിസിയോളജിക്കൽ വേരിയേഷനാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചില നീർക്കെട്ടുകൾ ഉണ്ടാകുമ്പോഴോ ഒക്കെ ഈ ഒരു വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. ആ സാഹചര്യത്തിൽ ഈ കാരണം എന്താണോ അതിനെ ചികിത്സിച്ചാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. പക്ഷെ വെറും 4, 5 ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 12, 25 തുടങ്ങും. അപ്പം ഞാൻ പറഞ്ഞു, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിൽ ഒരു പ്രത്യേകത, ഇമ്മ്യൂൺ സെൽസ് നിങ്ങളെ അറ്റാക്ക് ചെയ്ത് നിങ്ങളുടെ തൈറോയ്ഡ് കോശങ്ങളെ അടിച്ചു കൊല്ലുവാണ് അല്ലേ? ഒരു സൈഡിൽ കൂടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ അറ്റാക്ക് മൂലം കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, മറു സൈഡിൽ കൂടെ നിങ്ങൾ ചെറിയ ഡോസിൽ മരുന്ന് തുടങ്ങുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, കാരണം കുറെ കോശങ്ങൾ ഇല്ലല്ലോ, കുറച്ച് കോശങ്ങൾ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നു. അപ്പൊ ഈ ഹെൽത്തി ആയിട്ടിരിക്കുന്ന കോശങ്ങളെയും കൂടി നമ്മൾ ഈ ഗുളിക കൊടുത്ത് അവർക്ക് പണിയില്ല, അവർ ഉൽപ്പാദിപ്പിക്കേണ്ട സാധനമാണ് നമ്മൾ ഗുളിക രൂപത്തിൽ കഴിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പണിയില്ലാത്ത കോശങ്ങൾക്ക് എന്ത് സംഭവിക്കും അല്ലെ? ഇപ്പൊ നമ്മൾ കുറെ കാലം തളർന്നു കിടക്കുകയാണ്, കൈയും കാലും ഒന്നും അനക്കാൻ പറ്റുന്നില്ല, എന്ത് സംഭവിക്കും? നമ്മുടെ മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും അല്ലെ? കോശങ്ങൾ ചുരുങ്ങി പോകും, അട്രോഫി ആയി പോകും. എന്ന് പറഞ്ഞ പോലെ തൈറോയിഡിനെ ഹെൽത്തി ആയിട്ടുണ്ടായിരുന്ന കോശങ്ങൾ പോലും പണിയെടുക്കാത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. അതാണ് 25 തുടങ്ങി 50 ആക്കുന്നു, 125 ആക്കുന്നു, അല്ലെങ്കിൽ 200 ആക്കേണ്ടി വരുന്നു. ചില സമയത്ത് നമ്മൾ ഓവർഡോസ് എടുക്കുന്ന സാധനം തീരെ താന്നു പോകുന്ന ശ്രദ്ധിച്ചില്ലേ അല്ലെ? 0.1 ഒക്കെ ആയിട്ടും ഗുളിക കണ്ടിന്യൂ ചെയ്തോ, TSH 0.1 ഉള്ളൂ, എന്നിട്ട് 100നെ 125നെ ഗുളിക കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. കാരണം എന്താണ്? നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നില്ലല്ലോ. പ്രശ്നങ്ങൾ അവിടെ കിടക്കണോണ്ട് ഗുളിക തുടർന്നോളൂ എന്നുള്ള അഡ്വൈസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സൈഡിൽ കൂടെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്ത് കുറേ കോശങ്ങൾ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ കൂടെ നിങ്ങൾ ഈ ഗുളിക കൊടുത്ത് കോശങ്ങൾ ജോലി ഇല്ലാണ്ട് ചുരുക്കി അട്രോഫി ആയിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണ്? ഇത് നിർത്താൻ പറ്റാതെ വരികയാണ്. കംപ്ലീറ്റ്ലി നമ്മുടെ ശരീരം ഈ ഗുളികയിൽ ഡിപ്പെൻഡ് ആയി പോവുകയാണ്. നിർത്തിക്കഴിഞ്ഞാൽ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നില്ല, പിന്നെ എങ്ങനെ നമുക്ക് ഇതിന് തൈറോയ്ഡ് ഹോർമോൺ വേണമല്ലോ. തൈറോക്സിൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫങ്ഷൻസ് ഉള്ള ഒരു ഹോർമോണാണ്. അപ്പൊ ഈ ഗുളിക ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ കൊണ്ടുപോയി എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് മരിക്കുന്നവരെ ഇങ്ങനെ തന്നെ പോകണം എന്ന് പറയുന്നത്. ശരി, അപ്പൊ നമ്മൾ കണ്ടു ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന് ഈ സപ്ലിമെന്റ് അല്ല ശരിയായ ചികിത്സ. അപ്പം ഞാനൊരു 4ാമത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടറെ എൻ്റെ ആന്റിബോഡീസ് ഒക്കെ കൂടുതലാണ്, ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ വലിയ കാര്യത്തിൽ ചെല്ലുമ്പോൾ അവർ നിങ്ങളോട് ഇതെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് നിങ്ങളോട് ആരും ചെക്ക് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു വിടും. നിങ്ങൾ അന്നേരം ഡൗൺ ആയി പോകും അല്ലേ? അപ്പൊ ഇതിന്റെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളിത് ഹാഷിമോട്ടോസ് ആണെന്ന് അറിഞ്ഞ് ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്? തൈറോക്സിൻ മാത്രമല്ല തരാൻ പറ്റുള്ളൂ. ഇത് ഹാഷിമോട്ടോസ് ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിലും അല്ലെങ്കിൽ തൈറോയിഡൈറ്റിസ് ആണെങ്കിലും പ്ലെയിൻ ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിലും ഈ ഗുളിക തരിക എന്നുള്ളത് മാത്രമേ മോഡേൺ മെഡിസിനെ സംബന്ധിച്ച് ഇന്നത്തെ നിലവിലെ ചികിത്സയായിട്ടുള്ളൂ. അപ്പൊ ഇത് അവരെ സംബന്ധിച്ച് ഇത് രണ്ടിനും യാതൊരു ഡിഫറൻസും ഇല്ല. അതുകൊണ്ടാണ് ഈ TSH നോർമൽ ആക്കിക്കൊണ്ട് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ തോന്നലാണെന്ന് അവർ പറയണേ. നോർമലായിട്ട് TSH നോർമലായ ഒരു വ്യക്തിക്ക് ഈ വക ലക്ഷണങ്ങളൊന്നും കാണാൻ പാടില്ലല്ലോ. പിന്നെ വേറൊരു കാരണമുണ്ട്, ഈ യൂട്യൂബിൽ കാണുന്ന പല റെമഡികളൊക്കെ ചെക്ക് ചെയ്ത് ട്രൈ ചെയ്തൊക്കെ ഇതിനെ കുളവാക്കി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അതെല്ലാം ഇവർ ഡെയിലി കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഒരു ഇല കെട്ടി വെച്ചാൽ മതി, അല്ലെങ്കിൽ ചൂട് പിടിച്ചാൽ മതി, അല്ലെങ്കിൽ വയറ്റിലെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് തൈറോയ്ഡ് ഉണ്ടാകുന്നത്, നിങ്ങൾ പ്രോബയോട്ടിക് പ്രീബയോട്ടിക് സപ്ലിമെന്റ്സ്, ഇല്ലാത്ത സപ്ലിമെന്റ്സ് ഒന്നുമില്ല തൈറോയ്ഡിന് വേണ്ടിയിട്ട് തരാനായിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്ത് കുളവാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറയാണ്, വീണ്ടും പറയാണ്,
ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ തകരാറെന്ന് പറയുന്നത് എന്തെങ്കിലും സപ്ലിമെന്റിന്റെ അഭാവം കൊണ്ട് വരുന്നതല്ല. അതിനെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് നമ്മൾ നേരെയാക്കേണ്ടത്. ആ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നേരെയാക്കി കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ കുറയും, സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിക്കും. അതായത് 3 കാര്യങ്ങളാണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കേണ്ടത്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരണം, നിങ്ങളുടെ ഇൻഫ്ലമേഷൻസ് കുറയണം, നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിക്കണം. ഇത് 3 ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തൈറോയിഡ് സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരുപാട് ഡാമേജസ് ഓൾറെഡി വന്നിട്ടില്ലെങ്കിൽ തൈറോയിഡ് സപ്ലിമെന്റിനെ ഞാൻ കണ്ണു അടച്ച് ചീത്ത പറയുകയല്ല, അതിന് ഞാൻ എതിർക്കുന്നുമില്ല. ചില സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് പ്ലെയിൻ ഹൈപ്പോതൈറോയിഡിസം ആണ്, തൈറോയിഡ് ഒട്ടും ഫംഗ്ഷൻ ചെയ്യുന്നില്ലാത്ത ഒരു സാഹചര്യം ആണെങ്കിൽ സപ്ലിമെന്റ് ചെയ്തേ പറ്റൂ. പക്ഷേ ഇത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെന്നിരിക്കെ നമ്മൾ ഈ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഫർദർ ഡാമേജ് ഉണ്ടാക്കും, ലൈഫ് ടൈം ഡിപ്പെൻഡൻസ് ഉണ്ടാക്കും, ആക്റ്റീവായിട്ടിരിക്കുന്ന തൈറോയിഡിനെ പോലും നശിപ്പിച്ച് കളയുകയും ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് ഫിസിക്കലി ഉള്ള മെന്റലി ഉള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു മാറ്റം വരുന്നില്ല. ഇതാണ് റിയാലിറ്റി നടക്കുന്ന സംഭവം. അപ്പൊ ഞാൻ ഈ പറയണ കേട്ടിട്ട് ആരും ഒഫൻഡ് ആവുകയോ എന്നോട് ദേഷ്യം തോന്നുകയോ വേണ്ട. കാരണം തൈറോയ്ഡ് രോഗികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അത് എസ്പെഷ്യലി കൂടുതൽ ഇമോഷണലി കണക്ട് ആകുമ്പോൾ നമുക്കത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അവർ മാത്രമല്ല ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്, അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറുന്നില്ല, ഇവരുടെ മൂഡ് സ്വിങ്സ് ഇമോഷണലി ഒന്നും ഒരു ബുദ്ധിമുട്ടുകളും മാറ്റം വരുന്നില്ലല്ലോ. അവർ എത്ര വർഷം മരുന്ന് കഴിച്ചാലും ഇവരുടെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ലല്ലോ. അവരുടെ ജീവിതം പിന്നെയും കൂടുതൽ നരയിക്കുകയും കുടുംബം തകരുകയും ബന്ധങ്ങൾ തകരുകയും അങ്ങനെ ആകെപ്പാടെ ഒരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലേക്കാണ് തൈറോയ്ഡ് രോഗിയെ ചെന്നെത്തുന്നത്. ആ ഒരു വിഷമങ്ങൾ നേരിൽ കാണുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു സിസ്റ്റം ഓഫ് മെഡിസിന് ഇതൊരു ചികിത്സിക്കാൻ പറ്റാത്ത അസുഖമാണ് എന്ന് കരുതി കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഈ അസുഖം ഒരിക്കലും മാറില്ല, അല്ലെങ്കിൽ ഇത് വെറും തോന്നലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൈയൊഴിയുമ്പോൾ അത് അവർ കൂടുതലായിട്ട് ഹർട്ട് ചെയ്യും. അപ്പൊ ആ ഒരു മാനുഷിക പരിഗണനയുടെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആർക്കെങ്കിലും ഒരു 10 പേർക്ക് ഇതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ 10 കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത്. അപ്പൊ ഞാനൊരിക്കലും എൻ്റെ അടുത്ത് വരുന്ന എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുന്ന ഞാനൊരിക്കലും ക്ലെയിം ചെയ്യാറില്ല. എന്നെ കൊണ്ട് പറ്റാത്ത എത്രയോ കേസുകളുണ്ട്. അപ്പൊ ഞാനത് മറ്റുള്ള സിസ്റ്റത്തിലേക്ക് റെഫർ ചെയ്ത് വിടുന്നുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും പറ്റാവുന്നത് മാക്സിമം ചെയ്തു കൊടുക്കുക. മനുഷ്യരുടെ അവസ്ഥയല്ലേ, അവർ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. 100% ഡിസീസ് ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. അത് ഒരു ഡോക്ടറെ കൊണ്ടും ഒരു സിസ്റ്റത്തിലെ മെഡിസിൻ കൊണ്ടും അത് സാധ്യമല്ല. പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും ഒരു 70% 80% മാറ്റം വരുത്തി അവർക്ക് നല്ലൊരു ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും കിട്ടുമെങ്കിൽ അവർ നന്നായിട്ട് ജീവിക്കട്ടെ. നല്ലൊരു ഭാവി അവർക്കും അവരുടെ കുടുംബത്തിനും ഉണ്ടാകും.